തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിയുന്ന മരട് മുൻ നഗരസഭാ ചെയർമാൻ ആന്റണി ആശാൻപറമ്പിലിനെതിരെ പോലീസിൽ പുതിയ പരാതികൾ. മരട് സ്വദേശിനി അനീറ്റയാണ് ആന്റണി ആശാൻപറമ്പിലിനും മുൻ കൗൺസിലർ ആൻഡ്രൂസിനുമെതിരെ പരാതികളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വീട് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 15 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. കൊച്ചി വൈറ്റ്ലയിലെ കണ്ണാടിക്കാട് 3 സെന്റ് സ്ഥലവും വീടും 15 ലക്ഷം രൂപയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് മരട് നഗരസഭ മുൻ കൗൺസിലർ ആൻഡ്രൂസ് പണം തട്ടിയെടുത്തതായാണ് വീട്ടമ്മയായ അനീറ്റ വിനുവിന്റെ പരാതി. 2011 ആൻഡ്രൂസിന്റെ വീട് വാങ്ങാൻ അനീറ്റയും ഭർത്താവ് വിനുവും കരാറിലേർപ്പെട്ടത്. ബാങ്കിൽ പണയത്തിലായിരുന്നു വീടിന്റെ ആധാരം. അതുകൊണ്ട് തന്നെ ലോൺ മുഴുവൻ അടച്ചു തീർക്കാമെന്ന് അനീറ്റയും ഭർത്താവും ആൻഡ്രൂസിനോട് പറഞ്ഞു. തുടർന്ന് പല ഘട്ടങ്ങളിലായി 15 ലക്ഷത്തിലധികം രൂപ ആൻഡ്രൂസിന് നൽകുകയും ചെയ്തു. എന്നാൽ 2 മാസം മുൻപ് ആൻഡ്രൂസും മരട് നഗരസഭ വൈസ് ചെയർമാൻ ആന്റണി ആശാൻപറമ്പിലും ചേർന്ന് ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതായി അനീറ്റ കൊച്ചി റേഞ്ച് IG S ശ്രീജിത്തിന് പരാതി നൽകി. ആന്റണി ആശാൻപറമ്പിലുമായിട്ട് 2 പ്രാവശ്യം വന്ന് ഭീഷണിപ്പെടുത്തുക, വീടിൻ്റെ അകത്ത് കയറി ആക്രമണമൊക്കെ നടത്തിയിട്ടുണ്ട്. ഹസ്ബൻഡിനെ അടിക്കാനൊക്കെ ചെന്നു, ഒച്ചയും ബഹളമൊക്കെ ഇരുന്ന് നാട്ടുകാർ മൊത്തം അറിയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ട് ഞങ്ങൾ ഈ അടിമേടിക്കേണ്ട കാര്യം എന്തുവാ? എന്നാൽ അനീറ്റയും ഭർത്താവും ചേർന്ന് തന്റെ വീട് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ദമ്പതികളുടെ പരാതിയിൽ യാതൊരു കഴമ്പുമില്ലെന്നും ആൻഡ്രൂസ് പറഞ്ഞു. ഡിസംബർ 1 ഞാൻ മരട് SIക്ക് ഇവരെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കണം, ദുരൂഹത 4 പേജുള്ള ഒരു പരാതി കൊടുത്തിരുന്നു. ഇതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇവർ പറ്റിച്ചെന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അത് തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രതിയായ ആന്റണി ആശാൻപറമ്പിലിനെതിരെ കൂടുതൽ പരാതികൾ പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.